ഹായ്, എല്ലാവർക്കും പ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ടൈമുകളെ നമുക്ക് ആ ചോദ്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും അത് സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുവെന്നും വാദിച്ച ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? അത് ആര്യഭടനാണ്. അപ്പോൾ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും അത് സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങുന്നുവെന്നും ആ ഒരു സമയത്ത് വാദിച്ച ഭാരതീയ ശാസ്ത്രജ്ഞൻ ആരാണത്? അത് ആര്യഭടനാണ്. ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതിയില്ലെന്നും ധ്രുവഭാഗങ്ങൾ അല്പം പരന്നും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണെന്നും സ്ഥാപിച്ച വ്യക്തി അത് ഐസക് ന്യൂട്ടനാണ്. അപ്പോൾ ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതിയില്ലെന്നും നമ്മൾ ഈ ഒരു ധ്രുവഭാഗങ്ങൾ അല്പം പരന്നും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഒരു ആകൃതിയാണ് ഗോളാകൃതിയാണെന്നും സ്ഥാപിച്ചാരാണ്? അത് ഐസക് ന്യൂട്ടനാണ്. ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതി എങ്ങനെ വിളിക്കുന്നു? അത് നമ്മൾ ജിയോയിഡ് എന്ന് വിളിക്കുന്നു. ജിയോയിഡ് എന്ന് പറയുമ്പോൾ എന്താണത്? അത് ഭൂമിയുടെ ആകൃതിയാണ്. ഏത് നാവികൻ ലോകം ചുറ്റി നടത്തിയ കപ്പൽ യാത്രയാണ് ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചത്? അത് മഗല്ലൻ്റെ കപ്പൽ യാത്രയാണ്. ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തുവാൻ ആദ്യമായി ശ്രമിച്ച വ്യക്തി അത് ഗ്രീക്ക് ചിന്തകനായ ഇറാത്തോസ്തനീസ് ആണ്. അപ്പോൾ ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്താനായിട്ട് ആദ്യമായിട്ട് ശ്രമിച്ച വ്യക്തി ആരാണ്? ഗ്രീക്ക് ചിന്തകനായ ഇറാത്തോസ്തനീസ് ആണ്. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലം എങ്ങനെ അറിയപ്പെടുന്നു? അക്ഷാംശമെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലം എങ്ങനെ അറിയപ്പെടുന്നു? അക്ഷാംശമെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഗ്ലോബിൽ നെടുകെ കാണുന്ന വരകൾ അതെന്ത് രേഖകളാണ്? അത് അക്ഷാംശ രേഖകളാണ്. അപ്പോൾ നമ്മളൊരു ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നെടുകെ കാണുന്ന വരകൾ ഏതാണ്? അത് അക്ഷാംശ രേഖകളാണ്. ഒരു ഗ്ലോബിൽ കുറുകെ കാണുന്ന വരകൾ ഏതാണ്? അത് രേഖാംശ രേഖയാണ്. അപ്പോൾ ഒരു ഗ്ലോബിൽ നെടുകെ കാണുന്ന വരകൾ അക്ഷാംശ രേഖകളാണ്. നമ്മുടെ കുറുകെ കാണുന്ന വരകൾ ഏതാണ്? അത് രേഖാംശ രേഖയാണ്. അപ്പോൾ ഏറ്റവും വലിപ്പമുള്ള അക്ഷാംശ രേഖ ഏതാണ്? അത് ഭൂമധ്യരേഖയാണ്. അപ്പോൾ ഏറ്റവും വലിപ്പമുള്ള അക്ഷാംശ രേഖ ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? അത് ഭൂമധ്യ രേഖയാണ്. സീറോ ഡിഗ്രി രേഖാംശ രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് മാനക രേഖാംശം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ 0 ഡിഗ്രി രേഖാംശം ഏത് പേരിൽ അറിയപ്പെടുന്നു? മാനക രേഖാംശം. മാനക രേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലം അത് രേഖാംശമാണ്. മാനക രേഖാംശത്തിന് ഇരുവശവും ഉള്ള കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലം ഏതാണ്? അതാണ് രേഖാംശമെന്ന് പറയുന്നത്. മാനക രേഖാംശത്തിന് ഇരുവശവുമായി എത്ര ഡിഗ്രി വീതം രേഖാംശങ്ങളുണ്ട്? 180 ഡിഗ്രി രേഖാംശങ്ങളുണ്ട്. അപ്പോൾ മാനക രേഖാംശത്തിന് ഇരുവശവുമായി എത്ര ഡിഗ്രി വീതം രേഖാംശങ്ങളുണ്ട്? 180 ഡിഗ്രി വീതം രേഖാംശങ്ങൾ ഉണ്ട്. ഭൂമിയെ കിഴക്ക് പടിഞ്ഞാറ് എന്നീ അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന രേഖ അത് മാനക രേഖാംശമാണ്. അപ്പോൾ ഭൂമിയെ കിഴക്ക് പടിഞ്ഞാറ് എന്നീ അർദ്ധഗോളങ്ങളായിട്ട് വിഭജിക്കുന്ന രേഖ ഏതാണ്? അത് മാനക രേഖാംശമാണ്. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ എന്നിവ ഏത് ഭാഗത്തെ പ്രധാന ഭൂരൂപങ്ങളാണ്? അത് ശിലാമണ്ഡലത്തിലെ പ്രധാന ഭൂരൂപങ്ങളാണ്. അപ്പോൾ പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ എന്നിവ ഏത് ഭാഗത്തെ പ്രധാന ഭൂരൂപങ്ങളാണ്? ശിലാമണ്ഡലത്തെ പ്രധാന ഭൂരൂപങ്ങളാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ള ഭൂരൂപങ്ങൾ അവയെ നമ്മൾ പർവ്വതങ്ങളെന്ന് വിളിക്കും. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്ററിലധികം ഉയരമുള്ള ഭൂരൂപങ്ങൾ ഏത് പേരിൽ വിളിക്കും? പർവ്വതങ്ങളെന്ന് വിളിക്കും. മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങൾ പീഠഭൂമികളാണ്. അപ്പോൾ മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങൾ ഏത് പേരിൽ അറിയപ്പെടും? പീഠഭൂമികളെന്ന് അറിയപ്പെടും. താരതമ്യേന നേർത്തതായ ഭൂമിയുടെ പുറംതോട് അത് ഭൂവൽക്കമാണ്. ഏകദേശം 40 കിലോമീറ്റർ അതിൻ്റെ കനമെന്ന് പറയുന്നത്. അപ്പോൾ താരതമ്യേന നേർത്തതായ ഭൂമിയുടെ പുറംതോട് ഏതാണ്? അത് ഭൂവൽക്കമാണ്. ഭൂമിയുടെ വ്യത്യസ്ത പാളികൾ ഏതൊക്കെയാണ്? ഭൂവൽക്കം നമ്മുടെ ഭൂവൽക്കം എന്ന് പറയുമ്പോൾ എന്താണ്? ക്രസ്റ്റ്, മാൻഡിൽ, കോർ. അപ്പോൾ ഭൂമിയുടെ വ്യത്യസ്ത പാളികൾ ഏതൊക്കെയാണ്? ക്രസ്റ്റ്, മാൻഡിൽ, കോർ. ഭൂവൽക്കം, പുറക്കാമ്പ്, കോർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഭൂമിയുടെ വ്യത്യസ്ത പാളികളെന്ന് പറയുന്നത്. താരതമ്യേന നേർത്ത ഭൂമിയുടെ പുറന്തോട് ഏതാണ്? അത് ഭൂവൽക്കമാണ്. അപ്പോൾ താരതമ്യേന നേർത്തതായ ഭൂമിയുടെ പുറന്തോട് ഏതാണ്? അത് ഭൂവൽക്കമാണ്. ഭൂവൽക്കത്തിൻ്റെ 2 ഭാഗങ്ങൾ വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവുമാണ്. അപ്പോൾ ഭൂവൽക്കത്തിൻ്റെ 2 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവുമാണ്. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന പാളി അത് മാൻഡിലാണ്. അപ്പോൾ ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന പാളി ഏതാണ്? അത് മാൻഡിലാണ്. മാൻഡിലിൻ്റെ 2 ഭാഗങ്ങൾ
ഉപരി മാൻറ്റിലുമുണ്ട്, അധോ മാൻറ്റിലുമുണ്ട്. അപ്പോൾ മാൻറ്റിലിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഉപരി മാൻറ്റിൽ, അധോ മാൻറ്റിൽ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കിയിട്ട് ബാക്കി ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ ചോദ്യം എന്താണ്? ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും അത് സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുവെന്നും വാദിച്ച നമ്മുടെ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? ആര്യഭടനാണ്. ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതിയില്ലെന്നും ധ്രുവഭാഗങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണെന്നും സ്ഥാപിച്ച വ്യക്തി ഐസക് ന്യൂട്ടനാണ്. ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതി എങ്ങനെ വിളിക്കുന്നു? ജിയോയിഡ് എന്ന് വിളിക്കുന്നു. ജിയോയിഡ് എന്ന് പറയുമ്പോൾ എന്താണത്? ഭൂമിയുടെ ആകൃതിയാണ്. ഏത് നാവികൻ ലോകം ചുറ്റി നടത്തിയ കപ്പൽ യാത്രയാണ് ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചത്? മഗല്ലൻ. ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്താൻ ആദ്യമായി ശ്രമിച്ച വ്യക്തി ഗ്രീക്ക് ചിന്തകനായ ഇറാത്തോസ്തെനീസ് ആണ്. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലം എങ്ങനെ അറിയപ്പെടുന്നു? അക്ഷാംശം എന്ന് അറിയപ്പെടുന്നു. ഗ്ലോബിൽ നെടുകെ കാണുന്ന വരകൾ അക്ഷാംശ രേഖകളാണ്. ഗ്ലോബിൽ കുറുകെ കാണുന്ന വരകൾ അവ രേഖാംശ രേഖകളാണ്. ഏറ്റവും വലിപ്പമുള്ള അക്ഷാംശ രേഖ ഏതാണ്? അത് ഭൂമധ്യരേഖയാണ്. 0 ഡിഗ്രി രേഖാംശം ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് മാനക രേഖാംശമെന്ന് അറിയപ്പെടുന്നു. മാനക രേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലം ഏത് പേരിൽ അറിയപ്പെടുന്നു? അവയെ രേഖാംശമെന്ന് അറിയപ്പെടുന്നു. മാനക രേഖാംശത്തിന് ഇരുവശവുമായി എത്ര ഡിഗ്രി വീതം രേഖാംശങ്ങളുണ്ട്? 180 ഡിഗ്രി വീതം രേഖാംശങ്ങൾ ഉണ്ട്. ഭൂമിയെ കിഴക്ക്, പടിഞ്ഞാറ് എന്നീ അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന രേഖ മാനക രേഖാംശമാണ്. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ എന്നിവ ഏത് ഭാഗത്തെ പ്രധാന ഭൂരൂപങ്ങളാണ്? ശിലാമണ്ഡലത്തിലെ പ്രധാന ഭൂരൂപങ്ങളാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ള ഭൂരൂപങ്ങൾ പർവ്വതങ്ങളാണ്. മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങൾ പീഠഭൂമികളെന്ന് പറയുന്നു. താരതമ്യേന നേർത്തതായ ഭൂമിയുടെ പുറന്തോട് ഭൂവൽക്കമാണ്. ഏകദേശം 40 കിലോമീറ്ററാണ് അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഭൂമിയുടെ വ്യത്യസ്ത പാളികൾ ഏതാണ്? ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ. താരതമ്യേന നേർത്തതായ ഭൂമിയുടെ പുറന്തോട് അത് ഭൂവൽക്കമാണ്. ഭൂവൽക്കത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയാണ്? വൻകര ഭൂവൽക്കവുമുണ്ട്, സമുദ്ര ഭൂവൽക്കവുമുണ്ട്. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന പാളി മാൻറ്റിലാണ്. മാൻറ്റിലിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഉപരി മാൻറ്റിലും അധോ മാൻറ്റിലും. അടുത്ത ചോദ്യങ്ങളാണ്. 2900 കിലോമീറ്റർ ആഴത്തിൽ തുടങ്ങി 6371 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന ഭൂമിയുടെ കേന്ദ്രഭാഗം അതാണെന്ത്? കാമ്പെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ 2900 കിലോമീറ്റർ ആഴത്തിൽ തുടങ്ങി 6371 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ പറയുന്ന പേരെന്താണ്? അതാണ് കാമ്പ് എന്ന് പറയുന്നത്. സിലിക്ക, അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സിയാൽ എന്ന് വിളിക്കപ്പെടുന്ന ഭൂവൽക്ക ഭാഗം ഏതാണത്? അത് വൻകര ഭൂവൽക്കമാണ്. അപ്പോൾ സിലിക്ക, അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സിയാൽ എന്ന് വിളിക്കപ്പെടുന്ന ഭൂവൽക്കം ഏതാണ്? അത് വൻകര ഭൂവൽക്കമാണ്. സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സിമ എന്ന് വിളിക്കപ്പെടുന്ന ഭൂവൽക്കം സമുദ്ര ഭൂവൽക്കമാണ്. അപ്പോൾ സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സിമ എന്ന് വിളിക്കപ്പെടുന്ന ഭൂവൽക്കം ഏതാണ്? അത് സമുദ്ര ഭൂവൽക്കമാണ്. ഖരാവസ്ഥയിലുള്ളതും സിലിക്കൺ സംയുക്തങ്ങളാൽ നിർമ്മിതവുമായ മാൻറ്റിലിൻ്റെ ഭാഗം ഉപരി മാൻറ്റിലാണ്. അപ്പോൾ ഖരാവസ്ഥയിലുള്ളതും സിലിക്കൺ സംയുക്തങ്ങളാൽ നിർമ്മിതവുമായ മാൻറ്റിലിൻ്റെ ഭാഗം ഏതാണ്? അത് ഉപരി മാൻറ്റിലാണ്. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം എല്ലാവർക്കും അറിയാവുന്നത് ട്രോപ്പോസ്ഫിയറാണ്. അപ്പോൾ ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? അത് ട്രോപ്പോസ്ഫിയറാണ്. ട്രോപ്പോസ്ഫിയർ പാളി എത്ര ഉയരം വരെ വ്യാപിച്ച് കിടക്കുന്നു? 13 കിലോമീറ്റർ വരെ എന്ത് ചെയ്യുന്നു? വ്യാപിച്ച് കിടക്കുന്നു. അപ്പോൾ ട്രോപ്പോസ്ഫിയർ പാളി എത്ര ഉയരം വരെയാണ് വ്യാപിച്ച് കിടക്കുന്നത്? 13 കിലോമീറ്റർ വരെയാണ്. എന്നാൽ അത് ഭൂമധ്യരേഖ പ്രദേശത്ത് എത്രയാണ്? 18 കിലോമീറ്ററാണ്. ട്രോപ്പോപാസിൽ തുടങ്ങി ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം അത് സ്ട്രാറ്റോസ്ഫിയറാണ്. അപ്പോൾ ട്രോപ്പോപാസിൽ തുടങ്ങി ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? അത് സ്ട്രാറ്റോസ്ഫിയറാണ്. ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം അത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പോൾ ഓസോൺ പാളി എവിടെയാണ് കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം മീസോസ്ഫിയറാണ്. ഇപ്പോൾ ഭൗമോപരിതലത്തിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? അത് മീസോസ്ഫിയറാണ്. ഏത് അന്തരീക്ഷ മണ്ഡലത്തിൽ പ്രവേശിക്കുന്നതിലൂടെയാണ് ഉൽക്കകൾ ഘർഷണത്താൽ കത്തിച്ചാരമാകുന്നത്?
മീസോസ്ഫിയറിലാണ്. അപ്പോൾ ഏത് അന്തരീക്ഷ മണ്ഡലത്തിൽ പ്രവേശിക്കുന്നതിലൂടെയാണ് ഉൽക്കകൾ ഘർഷണത്താൽ കത്തിച്ചാരമാകുന്നത്? അത് മീസോസ്ഫിയറിലാണ്. ഭൗമോപരിതലത്തിൽ നിന്ന് 80 മുതൽ 600 വരെ കിലോമീറ്റർ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം തെർമോസ്ഫിയറാണ്. അപ്പോൾ ഭൗമോപരിതലത്തിൽ നിന്ന് 80 മുതൽ 600 വരെ കിലോമീറ്റർ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? അത് തെർമോസ്ഫിയറാണ്. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? അയണോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ എന്തു പേരിൽ അറിയപ്പെടുന്നു? അയണോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നു. ഒരു നിശ്ചിത ദിശയിലേക്ക് വർഷം മുഴുവൻ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളാണിത് സ്ഥിരവാതകങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിശ്ചിത ദിശയിലേക്ക് വർഷം മുഴുവൻ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്ഥിരവാദങ്ങളെന്ന് അറിയപ്പെടുന്നു. പശ്ചിമവാദങ്ങൾ, വാണിജ്യവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ എന്നിവ ഏത് ഗണത്തിൽപ്പെടുന്നു? അതൊക്കെ സ്ഥിരവാദങ്ങളാണ്. അപ്പോൾ പശ്ചിമവാദങ്ങൾ, വാണിജ്യവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ അതൊക്കെ ഏതുതരം വാദങ്ങളാണ്? അത് സ്ഥിരവാദങ്ങളാണ്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശയിൽ മാറ്റം വരുന്ന കാറ്റുകൾ അതാണ് കാലികവാദങ്ങൾ. അപ്പോൾ ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശയിൽ മാറ്റം വരുന്ന കാറ്റുകൾ ഏതാണ്? അവയാണ് കാലികവാതകങ്ങളെന്ന് പറയുന്നത്. കാലികവാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? മൺസൂൺ കാറ്റുകൾ, കരക്കാറ്റ്, കടൽക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വാരക്കാറ്റ്. ഇപ്പോൾ മൺസൂൺ കാറ്റുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? കാലികവാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? മൺസൂൺ കാറ്റ്, കരക്കാറ്റ്, കടൽക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വാരക്കാറ്റ്. അന്തരീക്ഷ മർദ്ദം അളക്കുവാനുള്ള ഉപകരണം ഏതാണ്? ബാരോമീറ്ററാണ്. അപ്പോൾ അന്തരീക്ഷ മർദ്ദം അളക്കുവാനുള്ള ഉപകരണം ഏതാണ്? അത് ബാരോമീറ്ററാണ്. മെർക്കുറി ഉപയോഗിച്ചുള്ള ആദ്യത്തെ ബാരോമീറ്റർ വികസിപ്പിച്ചെടുത്ത വ്യക്തി അതാരാണ്? ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലിയാണ്. അപ്പോൾ ഇറ്റലിക്കാരനായ ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലിയാണ് എന്ത് ചെയ്തത്? മെർക്കുറി ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ ബാരോമീറ്റർ കണ്ടുപിടിച്ചത്. ബാരോമീറ്ററിൻ്റെ നിരപ്പ് ഉയരുന്നത് എന്തിൻ്റെ സൂചനയാണ്? അതൊരു പ്രസന്നമായ കാലാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ബാരോമീറ്ററിൽ ആ ഒരു നിരപ്പ് പെട്ടെന്ന് നോർമലി ഉയർന്നു നിൽക്കുന്ന എന്തിനെ കാണിക്കുന്നു? അത് പ്രസന്നമായ കാലാവസ്ഥയെ കാണിക്കുന്നു. ബാരോമീറ്റർ നിരപ്പ് പെട്ടെന്ന് താഴുന്നത് എന്തിൻ്റെ സൂചനയാണ്? അത് ആസന്നമായ കൊടുങ്കാറ്റിൻ്റെ സൂചനയാണ്. അപ്പോൾ ബാരോമീറ്റർ പെട്ടെന്ന് താഴ്ന്നു പോയി എന്താണ് അതിൻ്റെ സൂചന? അത് ആസന്നമായ കൊടുങ്കാറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ദക്ഷിണ അക്ഷാംശം 35 മുതൽ 45 ഡിഗ്രിക്ക് മധ്യേ വീശുന്ന ശക്തമായ കാറ്റുകൾ അറിയപ്പെടുന്ന പേര് അലറുന്ന 40കളാണ്. അപ്പോൾ ദക്ഷിണ അക്ഷാംശം 35-45 ഡിഗ്രിക്ക് മധ്യേ വീശുന്ന ശക്തമായ കാറ്റുകൾ അറിയപ്പെടുന്ന എങ്ങനെയാണ്? അലറുന്ന 40കളാണ്. ആർത്തലയ്ക്കുന്ന 50കൾ എന്നറിയപ്പെടുന്ന ശക്തമായ കാറ്റ് വീശുന്ന പ്രദേശം അത് ദക്ഷിണ അക്ഷാംശമാണ്. അപ്പോൾ ആർത്തലയ്ക്കുന്ന 50കൾ എന്നറിയപ്പെടുന്ന ശക്തമായ കാറ്റ് വീശുന്ന പ്രദേശം ഏതാണ്? അത് ദക്ഷിണ അക്ഷാംശമാണ്. ദക്ഷിണ അക്ഷാംശം 55-65 ഡിഗ്രിക്കിടെ വീശുന്ന കാറ്റുകൾ ഏതുപേരിൽ അറിയപ്പെടുന്നു? അലമുറയിടുന്ന 60കളാണ്. അപ്പോൾ ദക്ഷിണ അക്ഷാംശം 55-65 ഡിഗ്രിക്കിടെ വീശുന്ന കാറ്റുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? അലമുറയിടുന്ന 60കൾ. ആ ഒരു ഡിഗ്രി ഓർത്താൽ മതി, പെട്ടെന്ന് കിട്ടും. അലമുറയിടുന്ന 60കൾ. അലറുന്ന 40കൾ ഏതുതരം കാറ്റിന് ഉദാഹരണമാണ്? പശ്ചിമവാദങ്ങളാണ്. അപ്പോൾ അലറുന്ന 40കൾ ഏത് കാറ്റിനുദാഹരണമാണ്? പശ്ചിമവാദങ്ങളാണ്. ഭൂമധ്യരേഖയുടെ 5 ഡിഗ്രി തെക്ക് വടക്ക് അക്ഷാംശ മേഖലകൾ എങ്ങനെ അറിയപ്പെടുന്നു? ഡോൾഡ്രംസ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഭൂമധ്യരേഖയുടെ 5 ഡിഗ്രി തെക്ക് വടക്ക് അക്ഷാംശ മേഖലകൾ എങ്ങനെ അറിയപ്പെടുന്നു? ഡോൾഡ്രംസ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ 2900 കിലോമീറ്റർ ആഴത്തിൽ തുടങ്ങി 6371 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന ഭൂമിയുടെ കേന്ദ്രഭാഗം ഏതാണ്? അത് കാമ്പാണ്. സിലിക്ക, അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സിയാൽ എന്ന് വിളിക്കപ്പെടുന്ന ഭൂവൽക്ക ഭാഗം വൻകര ഭൂവൽക്കമാണ്. സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സിമ എന്ന് വിളിക്കപ്പെടുന്ന ഭൂവൽക്ക ഭാഗം സമുദ്ര ഭൂവൽക്കം. ഖരാവസ്ഥയിലുള്ളതും സിലിക്കൺ സംയുക്തങ്ങളാൽ നിർമ്മിതവുമായ മാൻഡിലിൻ്റെ ഭാഗം ഉപരിമാൻഡിലാണ്. ഭൂമിയോട് ചേർത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയറാണ്. ട്രോപ്പോസ്ഫിയർ പാളി എത്ര ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു? 13 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു. എന്നാൽ ഭൂമധ്യപ്രദേശത്ത് എത്രയാണ്? 18 കിലോമീറ്റർ വരെയാണ്. ട്രോപ്പോപാസിൽ തുടങ്ങി ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയറാണ്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്തുള്ളത്? ഓസോൺ പാളി ഉള്ളത്. ഭൗമോപരിതലത്തിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം മീസോസ്ഫിയറാണ്. ഏത് അന്തരീക്ഷ മണ്ഡലത്തിൽ പ്രവേശിക്കുന്നതിലൂടെയാണ് ഉൽക്കകൾ ഘർഷണത്താൽ കത്തിച്ചാരമാകുന്നത്? അത് മീസോസ്ഫിയറാണ്. ഭൗമോപരിതലത്തിൽ നിന്ന് 80 മുതൽ 600 വരെ കിലോമീറ്റർ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം അത് തെർമോസ്ഫിയറാണ്. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? അയണോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നു. ഒരു നിശ്ചിത ദിശയിലേക്ക് വർഷം മുഴുവൻ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകൾ
അവ അസ്ഥിരവാദങ്ങളാണ്. പശ്ചിമവാദങ്ങൾ, വാണിജ്യവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ എന്നിവ ഏത് ഗണത്തിൽപ്പെടുന്നു? സ്ഥിരവാദങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഗണത്തിൽ പെടുന്നു. ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശയിൽ മാറ്റം വരുന്ന കാറ്റുകൾ, അവയാണ് കാലികവാദങ്ങളെന്ന് പറയുന്നത്. കാലികവാദങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? മൺസൂൺ കാറ്റ്, കരക്കാറ്റ്, കടൽക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്. അന്തരീക്ഷ മർദ്ദം അളക്കുവാനുള്ള ഉപകരണം ബാരോമീറ്ററാണ്. മെർക്കുറി ഉപയോഗിച്ചുള്ള ആദ്യത്തെ ബാരോമീറ്റർ വികസിപ്പിച്ച വ്യക്തി ആരാണ്? അത് ഇറ്റലിക്കാരനായ ടോറിസെല്ലിയാണ്. ബാരോമീറ്ററിൻ്റെ നിരപ്പ് പെട്ടെന്ന് നോർമലി ഉയർന്നു നിൽക്കുന്ന എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രസന്നമായ കാലാവസ്ഥയുടെ ഒരു സൂചനയാണ്. എന്നാൽ ബാരോമീറ്ററിൻ്റെ ആ ഒരു നിരപ്പ് പെട്ടെന്ന് താഴുന്നത് എന്തിൻ്റെ സൂചനയാണ്? അത് ആസന്നമായ കൊടുങ്കാറ്റിൻ്റെ സൂചനയാണ്. ദക്ഷിണ അക്ഷാംശം 35-45 ഡിഗ്രിക്ക് മധ്യേ വീശുന്ന ശക്തമായ കാറ്റുകൾ അലറുന്ന 40കളാണ്. ആർത്തലയ്ക്കുന്ന 50കൾ എന്നറിയപ്പെടുന്ന ശക്തമായ കാറ്റ് വീശുന്ന പ്രദേശം ഏതാണ്? ദക്ഷിണാക്ഷാംശം 45-55 ആണ്. ദക്ഷിണാക്ഷാംശം 55-65 ഡിഗ്രിക്കിടെ വീശുന്ന കാറ്റുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് അലമുറയിടുന്ന 60കളാണ്. ഡിഗ്രി എത്രയാണ്? 55-65. ഏത് കാറ്റ്? അലമുറയിടുന്ന 60കൾ. അലറുന്ന 40കൾ ഏതുതരം കാറ്റിന് ഉദാഹരണമാണ്? അത് പശ്ചിമവാദങ്ങളാണ്. ഭൂമധ്യരേഖയുടെ 5 ഡിഗ്രി തെക്ക് വടക്ക് അക്ഷാംശ മേഖലകൾ എങ്ങനെ അറിയപ്പെടുന്നു? ഡോൾട്രംസ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്.